ഇന്നലെ എൻ്റെ ഇടവകയിൽ ഒരു സംഭവം ഉണ്ടായേ. നമ്മുടെ യുവജനങ്ങൾ, നമ്മുടെ അടുത്ത പള്ളിയിലെ യുവജനങ്ങൾ, അവർക്ക് ഫണ്ട് കളക്ഷൻ വേണ്ടി കേക്കുകൾ സപ്ലൈ ചെയ്യാനായിട്ട് അവർ തീരുമാനിച്ചു. അപ്പോൾ അവർ ഇന്നലെ സാമ്പിളൊക്കെ ആയിട്ട് വന്നു. പെട്ടെന്ന് ഞാനവിടെ മാറിയിരുന്നു, ഒന്നും മിണ്ടാനൊന്നും പോയില്ല അവരോട്. പക്ഷെ എനിക്ക് പെട്ടെന്ന് തോന്നി, നമ്മളിത് മിണ്ടാതിരിക്കേണ്ട, നമ്മൾ ചോദിക്കാമല്ലോ, ഇത് ആരുണ്ടാക്കുന്നതൊക്കെ ചോദിക്കാമല്ലോ. ഞാൻ അവരോട് ചോദിച്ചു, മക്കളിത് ആരുണ്ടാക്കുന്ന കേക്കാ? അപ്പോൾ അവരോട് പറഞ്ഞു, ചേട്ടാ ഇത് ഞങ്ങളുടെ അടുത്തുള്ള ഒരു ബേക്കറിക്കാരുണ്ടാക്കുന്നതാണ്, അവർ സ്വന്തമായി ബോർമയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ബേക്കറിയുടെ പേരെന്നാ? ഒരു ബേക്കറിയുടെ പേരും പറഞ്ഞു. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, അപ്പോൾ ആ പേര് പറഞ്ഞപ്പോൾ എനിക്ക് ഏത് മതസ്ഥരാണ് ഉണ്ടാക്കുന്നത് ബോധ്യം കിട്ടിയില്ല. അപ്പോൾ ഞാൻ ചോദിച്ചത് ഏത് മതത്തിൽപ്പെട്ട ആൾക്കാരുണ്ടാക്കുന്ന? അപ്പോൾ അവർ പറഞ്ഞത് മുസ്ലിംസാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, മക്കളെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുള്ള നിങ്ങൾ അറിയുന്നില്ലേ? ഈ തുപ്പിതും തൂറിയതും ഹലാലാക്കിയൊക്കെ ഞങ്ങൾക്ക് നിങ്ങൾ ദയവ് ചെയ്ത് കൊണ്ടുവരരുത് കേട്ടോ. ഞങ്ങൾക്ക് അത് വാങ്ങാൻ ബുദ്ധിമുട്ടുണ്ട്. വാങ്ങുന്നവർ വാങ്ങിച്ചോട്ടെ, എൻ്റെ ഇടയിൽ വാങ്ങുന്നവർ വാങ്ങിച്ചോട്ടെ, പക്ഷെ ഞാൻ എന്തായാലും വാങ്ങില്ല. പക്ഷെ നിങ്ങൾ ക്രിസ്ത്യൻസിന്റെ കയ്യിൽ നിന്നാണ് കേക്ക് കൊണ്ടുവരുന്നെങ്കിൽ 10 കിലോ കേക്ക് ഞാൻ എടുക്കാന്ന് പറഞ്ഞു. ഞാൻ അവർക്ക് ഓഫറും കൊടുത്തു. ഇയാൾക്ക് രാവിലെ തന്നെ ആരെങ്കിലും വീട്ടിൽ പോയിട്ട് അപ്പിട്ട് കൊടുക്കുന്നുണ്ടോ? എനിക്ക് ചോദിക്കാറുള്ള ചോദ്യം അതാണ്. ഏതെങ്കിലും ആളുകള് മുസ്ലിം ആണോ ക്രിസ്ത്യൻ ആണോ ആരെങ്കിലും ആണെങ്കിലും ഇയാൾക്ക് രാവിലെ തന്നെ ആരെങ്കിലും തുപ്പി തൂറിയിട്ടൊക്കെ കൊണ്ടു കൊടുക്കുന്നുണ്ടോ? ഒരു സംശയം ചോദിക്കുകയാണ്. ഇത്ര വൃത്തികെട്ട നാറികളുള്ള നാട്. ഇതൊരു ക്രിസ്തീയ വാട്സപ്പ് ഗ്രൂപ്പിൽ വന്നൊരു മെസ്സേജാണ്, വോയിസ് മെസ്സേജാണ്. ഒരിക്കലും മുസ്ലിങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വസ്തു പോലും വാങ്ങരുത് എന്നാണ് ഒരു ജീർണിച്ച ചിന്താഗതിയുള്ള ഒരു നികൃഷ്ട ജീവിയായിട്ടുള്ള ഏതൊരു ഇവൻ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നമ്മുടെ നാട് പുരോഗമനത്തിലേക്കല്ല പോകുന്നത്, പിന്നോട്ട് 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 പിന്നോട്ട്. എടോ ഇതൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ കേൾക്കുന്ന കാര്യങ്ങളാണ്. ഇത്രയും നാളായിട്ടൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളെ ഉണ്ടായിരുന്നില്ല. ഇവിടെ ഹിന്ദു എന്നോ മുസൽമാൻ എന്നോ ക്രിസ്ത്യൻ എന്നോ ഒരു വേർതിരിവുണ്ടായിരുന്നില്ല. ഇപ്പതാ ക്രിസ്തീയ മതത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ടും അത് കേട്ടോണ്ടിരിക്കുക. നമ്മുടെ കാലം പോയൊരു പോക്കെ. എന്തായാലും നമുക്ക് ഡീറ്റെയിൽസിലേക്ക് ഒന്ന് കടക്കാം. ആ ഒരു വോയിസ് നിങ്ങൾ മുഴുവനായിട്ടൊന്ന് കേൾക്കണേ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ വോയിസിൽ കൃത്യമായിട്ട് അയാളുടെ വർഗീയത എത്രയുണ്ട് എന്ന് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്. കേൾക്കാരും സ്കിപ്പ് ചെയ്യരുത്, കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. പെട്ടെന്ന് പള്ളിയിലുള്ള എല്ലാവരോടും ഒന്നിച്ചങ്ങ് പെട്ടെന്ന് എൻ്റെ കൂടെ കൂടി, ആനിമേറ്റർ കൂടി. ശരിയാ, പുള്ളി പറഞ്ഞത് ശരിയാ. എന്തായാലും മക്കളെ, ഇന്നത്തെ കാലഘട്ടം നിങ്ങൾ മനസ്സിലാക്കണം. അവരുടെ കേക്ക് കൊണ്ടുവന്നാൽ ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ പള്ളിക്കാർക്ക് വേണ്ട. നിങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഞങ്ങളും കേക്കിന് ഓർഡർ തരാമെന്ന് പറഞ്ഞു. പെട്ടെന്ന് അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ക്രിസ്ത്യൻസിൻ്റെ ബോർമയൊന്നും ഞങ്ങൾക്ക് പരിചയമില്ല. പിന്നെ ഞങ്ങൾ പെട്ടെന്ന് ബോർമയെല്ലാം കൊടുത്തു. ഞങ്ങളുടെ പരിചയത്തിലുള്ള ബേക്കറികളും അതിൻ്റെ അഡ്രസ്സെല്ലാം കൊടുത്തു. അവർക്ക് പറഞ്ഞിരിക്കുന്ന ഓഫറുകളോ ചേർന്നുള്ള ഓഫറുകളൊക്കെ കിട്ടാവുന്ന ഇത് കൊടുത്തു. എനിവേ, ഞാനത് പറഞ്ഞത് നമ്മൾ മിണ്ടാതിരിക്കരുത്. നമ്മൾ പറയേണ്ടത് പറഞ്ഞുകൊണ്ടേയിരിക്കണം, സംസാരിച്ചുകൊണ്ടേയിരിക്കണം, ചോദിച്ചുകൊണ്ടേയിരിക്കണം. അപ്പം ഞാൻ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ആ കുഞ്ഞുങ്ങൾക്കൊരു ബോധ്യം കിട്ടി. നമ്മുടെ സമൂഹത്തെ ബിൽഡ് ചെയ്യാൻ, നമ്മുടെ ആളുകളിൽ നിന്ന് കേക്ക് വാങ്ങാൻ ഒക്കെ ഒരു ബോധ്യം കിട്ടി. ഞാനത് പറയുക, നിങ്ങളെല്ലാം നിങ്ങളുടെ പള്ളിയിൽ ആരുടെ കയ്യിൽ നിന്നാണ് ഈ പ്രാവശ്യം കേക്ക് വരുന്നത് എന്നുള്ള ഒരു ചിന്ത നിങ്ങൾക്ക് ഉണ്ടാകണം. കേക്ക് വാങ്ങുന്ന ചിന്ത ഉണ്ടാകണം. നമ്മുടെ ക്രിസ്ത്യൻ ഗ്രൂപ്പുകളെ നമ്മൾ പ്രത്യേകിച്ച് ടാർഗറ്റ് ചെയ്ത് കേക്ക് ഉണ്ടാക്കാനും വളർത്താനും നമ്മൾ സപ്പോർട്ട് ചെയ്യണം. ഹലാലായ ഒരു സാധനവും നമ്മുടെ സമൂഹത്തിൽ വിൽക്കാനായിട്ട് ഇടയാകാതിരിക്കും. ഹലാലായിട്ടുള്ള ഏതോ ഒരു ആള് ഇയാളെ കടിച്ചു എന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ ഈ ഒരു വോയിസ് ഇട്ട ആൾക്ക് നല്ല അമേദ്യത്തിന്റെ ആവശ്യമുണ്ട് തോന്നുന്നു. നിങ്ങൾ ജെറുസലേമിലുള്ള നിങ്ങളുടെ ചലം ചേച്ചിയുമായിട്ടൊന്ന് ബന്ധപ്പെടുക. അവർ തരും, ചലം ക്ലാസ് നിറയെ തരും. വി കെ ബൈജു, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന വി കെ ബൈജുവിന്റെ അടുത്ത് ചെല്ലുക. നിങ്ങൾക്ക് കൃത്യമായിട്ട് അമേദ്യവും തരും. നിങ്ങൾക്കുള്ള ഭക്ഷണം നിങ്ങൾക്ക് കൃത്യമായിട്ട് തരാം. പ്രസംഗികളായിട്ടുള്ള കുറച്ച് ആളുകളുണ്ട്, അവരെ കാണുക, ചാണകം കലക്കി തരും. എന്ത് വൃത്തികെട്ട മനുഷ്യന്മാരാടോ. ഒരു മത പുരോഹിതനൊക്കെ ഈ ഒരു രീതിയിൽ അധപ്പതിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മതത്തിന്റെ അവസ്ഥ എന്താകും? ആ വാട്സപ്പ് ഗ്രൂപ്പിലുള്ള ആളുകളുടെ ഒരു ചിന്താഗതിയെ കുറിച്ച് ചിന്തിച്ചു നോക്കി. ഹലാലായ ഭക്ഷണം എന്താണ്? ഹലാലായ ഭക്ഷണം ഞാൻ ചെറിയ രീതിയിൽ പറഞ്ഞുതരാം. ഹലാലായ ഭക്ഷണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ ഏതെങ്കിലും ഒരു കോഴിയെ അല്ലെങ്കിൽ പോത്തിനൊക്കെ അറുത്ത്, അല്ലെങ്കിൽ വേണ്ട, നിങ്ങൾ തന്നെ നിങ്ങളുടെ കാര്യം തന്നെ നോക്ക്, പന്നിയെ എടുക്ക്. നിങ്ങൾ പന്നി ഏത് രീതിയിലാണ് അതിനെ കൊല്ലാറ്? ചുറ്റികൊക്കെ അടിച്ച് തല അടിച്ച് പൊളിച്ചിട്ടാണ് അതിനെ കൊല്ലാറ്, അല്ലെ? എന്നാൽ ഹലാലായ ഭക്ഷണത്തിൽ അങ്ങനെയല്ല. ആ മൃഗത്തിനോട് കൊടുക്കേണ്ട കരുണ എന്നൊരു സംഭവമുണ്ട്. കൃത്യമായതിന് വായിലോട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് അതിനെ ആ ഒരു രീതിയിൽ സയന്റിഫിക്കലി അതിന്റെ ശരീരത്തിൽ നിന്നുള്ള മുഴുവൻ ബ്ലഡും പോകുന്ന രീതിയിലാണ് അതിനെ അറവ് ചെയ്യുന്നത്. നിങ്ങൾ അടിച്ചു കൊല്ലുന്ന പന്നിയെ പോലെയല്ല. ആ അടിച്ചു കൊല്ലുന്ന പന്നീരെ എടുത്ത് നിൽക്കുമ്പോഴത്തേക്ക് എങ്ങനെ അത് കഴിക്കാൻ തോന്നും? അപ്പൊ ആ ഒരു രീതിയിലൊന്നല്ല അവർ ഈ ഒരു ഹലാൽ ഭക്ഷണം ഉണ്ടാക്കുന്നത്. അപ്പൊ ഹലാല് എന്ന് പറയുന്നത് തുപ്പിയതും തൂറിയതാണെന്ന് നിന്നോട് ആരാടാ പറഞ്ഞത്? ഒരു പുരോഹിതനാണെന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെയാണെങ്കിൽ നീ ചത്ത് മലന്ന് കിടക്കുമ്പോ നിന്റെ അടുത്ത്
നിനക്കുമുണ്ടല്ലോ ഒരു വിശ്വാസം ചോദ്യം ചെയ്യപ്പെടും എന്നുള്ളത്. ആ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ ആദ്യം നിന്റെ മോന്ത ചവിട്ടി പൊളിച്ചിട്ടാവും അയാളെ ചോദ്യം ചോദിക്കുക. അതായത് കൂടെ നിൽക്കുന്ന മനുഷ്യന്മാരെ മനുഷ്യനായി കാണാത്ത നീയൊക്കെ എന്ത് ക്രിസ്ത്യൻ ആണോ എന്ന് ചോദ്യം ചോദിച്ചിരിക്കും. ഒരു സംശയം വേണ്ട, നിങ്ങളുടെ വിശ്വാസത്തിൽ അതുണ്ട്, ചോദിക്കുക തന്നെ ചെയ്യും. എന്താല്ലേ ഇത്രയും കാലമൊന്നും ഇല്ലാത്തവരുടെ കാര്യങ്ങളെ കേട്ടോണ്ടിരിക്കുന്നത്. കേക്ക് മുസ്ലിം ഉണ്ടാക്കുന്നതാണെങ്കിൽ കഴിക്കരുത്. നാളെ നീയൊക്കെ വണ്ടി ഇടിച്ചോ ഏതെങ്കിലും രീതിയിൽ അപകടത്തിൽപ്പെട്ട് കിടക്കുമ്പോൾ നിനക്ക് ബ്ലഡ് തരുന്ന ആൾ ആരാണെന്ന് പോലും നിനക്കറിയില്ലായിരിക്കാം. കാരണം ഓരോ ബ്ലഡ് ബാങ്കിലേക്കും ബ്ലഡ് കൊടുക്കുന്നതിൽ ഹിന്ദുവോ മുസൽമാനോ ക്രിസ്ത്യനോ അങ്ങനെ ഒന്നും നോക്കിയിട്ടല്ല. ഓരോ സംസ്ഥാനത്തും ഓരോ ജില്ലകളിലും ഓരോ പഞ്ചായത്തുകളിലും ബ്ലഡ് ഡൊണേഴ്സ് ഗ്രൂപ്പുകളുണ്ട്. അവർ കൃത്യമായിട്ട് ഓരോ മനുഷ്യന്മാരോടും ചോദിക്കും, നിങ്ങളുടെ ബ്ലഡ് ഈ ദിവസം ഈ ഒരു ബ്ലഡ് ബാങ്കിലേക്ക് കൊടുക്കാൻ തയ്യാറാണോ എന്നുള്ളത്. അപ്പൊ നിന്റെ രക്തത്തിന്റെ പേരില് ഹിന്ദു എന്നോ ക്രിസ്ത്യൻ എന്നോ മുസൽമാനൊന്നും ഒന്നും ഉണ്ടാവില്ല. എ ഗ്രൂപ്പ്, ബി ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ ഗ്രൂപ്പുകളായിട്ടാണ് ഉണ്ടാവുക. ആ ഗ്രൂപ്പുകളിൽപ്പെട്ട ബ്ലഡ് നിനക്ക് തരുന്നത് ചിലപ്പോ മുസൽമാനായിരിക്കും. നീ വേണ്ടെന്ന് പറയോ? ഒരിക്കലും പറയില്ല. നീ വയ്യാതെ കിടക്കുമ്പോൾ നിന്നെ നോക്കുന്നത് ചിലപ്പോ മുസൽമാനായിരിക്കും. നീ വേണ്ട എന്ന് പറയുകയോ? നീ ആശുപത്രിയിൽ കിടക്കുമ്പോൾ നിന്നെ പരിശോധിക്കാൻ വരുന്നത് നഴ്സുമാരും അതുപോലെ ഡോക്ടർമാരൊക്കെ മുസൽമാനായിരിക്കും. നീ വേണ്ടെന്ന് പറയുമോ? നീ ഇന്ന് ഉമ്മറത്തിരുന്ന് കഴിക്കുന്ന ഓരോ ബ്രേക്ക്ഫാസ്റ്റിലും നിനക്ക് കിട്ടുന്ന ഓരോ പ്രോഡക്റ്റും തരുന്നതിൽ ഓരോ മുസൽമാന്റെ കൈകളുണ്ടാവും. നീ വേണ്ടെന്ന് വെക്കുമോ? ഒരിക്കലും വെക്കില്ല. എന്നിട്ടും പറയാണ് മുസൽമാൻ ഉണ്ടാക്കിയ ഭക്ഷണങ്ങളൊന്നും കഴിക്കരുതെന്ന്. ഓക്കെ, നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോവുക. അപകടങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ കർത്താവിനോട് ഞാനും മുട്ടുകുത്തി പ്രാർത്ഥിക്കാം. എന്താണ് ഒരു ജാതിയുടെയും മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെ ഒക്കെ പേരിൽ മനുഷ്യനെ വേർതിരിച്ച് കാണാനാണോ മതപുരോഹിതന്മാരായിട്ട് നിങ്ങൾ അവിടെ ഇരിക്കുന്നത്? യേശുക്രിസ്തു ഒക്കെ ഇപ്പൊ നിന്റെ മുന്നിൽ വരികയാണെങ്കിൽ തുപ്പിക്കൊണ്ടാകും നിന്നോട് മറുപടി പറയുക. വളരെ മോശം, വളരെ വളരെ മോശം. ഇപ്പോ ഓരോ മതത്തിലും ഓരോ രീതിയിലാണ് ഇപ്പോ ഇതിനൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ ഹിന്ദു മതത്തിലുള്ള ആളുകൾ പറയുന്ന ഒരു കാര്യം, ഇത് മണ്ഡലകാലമാണ്. ക്രിസ്മസ് നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ അവിടെ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് അയ്യപ്പന്റെ ഫോട്ടോയൊക്കെ തൂക്കിക്കൊണ്ട് ലൈറ്റൊക്കെ ഇട്ടുകൊണ്ട് മകരജ്യോതിയുടെ വെളിച്ചമെല്ലാം കാണിച്ചുകൊണ്ട് വേണം തുടരാൻ എന്നാണ് പറയുന്നത്. ഇത്രയും നാളില്ലാത്ത വാക്കുകൾ അല്ലെ. എന്റെ വീട്ടില് ക്രിസ്മസിന് സ്റ്റാർ തൂക്കും, അതിൽ യാതൊരു തർക്കവുമില്ല, തൂക്കിക്കൊണ്ടിരിക്കും. ഞങ്ങൾ കേക്കും മുറിക്കും. എനിക്ക് നബിദിനമാവുമ്പോൾ പള്ളിയിൽ നിന്ന് ഭക്ഷണം കിട്ടാറുണ്ട്. അന്നദാനം നടക്കുമ്പോൾ അമ്പലത്തിലേക്ക് ക്ഷണം ഉണ്ടാകാറുണ്ട്. എല്ലാ മതത്തിൽപ്പെട്ട ആളുകളും ഞങ്ങൾ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരുമിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇത് മലപ്പുറം ജില്ല ആയതുകൊണ്ട് മാത്രമല്ല, മനുഷ്യത്വമുള്ള ആളുകൾ കൂടി ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഇത്തരം ആളുകളെ മാറ്റി നിർത്തേണ്ടത് സമൂഹത്തിന് ഏറ്റവും അത്യന്താപേക്ഷികമായിട്ടുള്ള കാര്യമാണ്. മതപുരോഹിതന്മാരെന്ന പദം തലയിൽ കയറ്റി വെച്ചുകൊണ്ട് ഇത്തരം വർഗീയത പറയുന്ന ക്രിസ്ത്യൻസിലുള്ള ആളുകളെയും മുസ്ലിമുള്ള ആളുകളാണെങ്കിലും ഹിന്ദുവിലുള്ള ആളാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? മാറ്റി അങ്ങ് നിർത്തണം. ഇവരൊന്നും നമ്മുടെ സമൂഹത്തിന് ആവശ്യമില്ല. അതൊക്കെ ചുക്കാൻ പിടിച്ചുകൊണ്ട് വാട്സപ്പിൽ ആ ഒരു വോയിസിനെ പല രീതിയിലും വ്യാഖ്യാനിക്കുകയും പല രീതിയിലും സ്പ്രെഡ് ചെയ്യുകയും ചെയ്ത ആ മനുഷ്യന്മാരെ നമ്മൾ എന്ത് പറയണം? മനുഷ്യന്മാരായി കാണാൻ കഴിയില്ല. എടോ പുരോഹിത, ആ ഒരു ഭക്ഷണമുണ്ടല്ലോ, നീ ഹലാലാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തി ആ ഭക്ഷണം നീ അടിച്ചു കൊല്ലുന്ന പന്നി മാംസം പോലെയല്ല അതത്ര പ്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് തന്നെയാണ്. തുപ്പിയതും തൂറിയതും നിനക്ക് വേണമെങ്കിൽ ഞങ്ങൾ അങ്ങ് കൊണ്ടുതരാം. പക്ഷേ അനാവശ്യമായിട്ടൊരു സമുദായത്തെ ചവിട്ടിത്താത്ത ശ്രമിക്കുമ്പോൾ ഫാക്ട് എന്നൊന്നുണ്ടല്ലോ, അത് പരിശോധിക്കുകയെങ്കിലും ചെയ്യുക. എന്നാലും എല്ലാവർക്കും ഒരു ക്രിസ്മസ് ആശംസകൾ നേരുകയാണ്. ഞങ്ങളുടെ നാട്ടിലുള്ള മുസ്ലിം ഉണ്ടാക്കിയ അതേ കേക്ക് മുറിച്ചുകൊണ്ട് തന്നെ ഞാൻ ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷിക്കും. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഞാൻ വരും. അതിലേക്ക് സന്ദീപ് സൈനിങ് ഓഫ്.